ഇന്നാണ് എന്റെ റോസ് ലൈനി തയ്യാറാകാൻ പോകുന്നത്. എന്റെ 5 വർഷത്തെ അധ്വാനം. മൃഗങ്ങൾക്ക് ഈ ലൈനി നൽകിയാൽ അവയ്ക്ക് മനുഷ്യരുടെ ബുദ്ധിശക്തി ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് പൂർണ്ണമായും പാകമായിട്ടുണ്ടാകും. എടാ മക്കളെ, നീ ഇത് കണ്ടോ? ചൂടുകാലത്ത് എല്ലാവരും വീടിന് മുമ്പിൽ കുടിവെള്ളം വെക്കാറുണ്ട്. കോജി എന്താ സർബത്ത് കലക്കി വെച്ചിരിക്കുന്നത്? എന്തായാലും കുറച്ച് കുടിച്ചേക്കാം. ഈ വേനൽ ചൂടിന് ഒരല്പം ആശ്വാസം കിട്ടും. ഇങ്ങനെയാണോ ബ്രേക്ക് ചവിട്ടുന്നത്? എരുമ തലയാ നിന്നെ ഞാൻ. അമ്മാവാ, എന്തായി ചെയ്യുന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അമ്മാവനെന്താ എരുമയെ പോലെ നടക്കുന്നത്? ഷെടാ, എന്റെ ബൽവന്തേ, ഒന്ന് നിൽക്കൂ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അല്ല, എന്താ ഇവിടെ ഇത്രയ്ക്ക് ബഹളം കേൾക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? കോജി അങ്കിൾ, നിങ്ങൾ ഇവിടെ വെച്ചിരുന്ന റോസ് സർബത്ത് അമ്മാവനടുത്ത് കുടിച്ചു. എന്നിട്ട് വിചിത്രമായി എന്തൊക്കെയാ കാണിക്ക. അയ്യോ, അത് സർബത്തൊന്നും അല്ല, എന്റെ പുതിയൊരു കണ്ടുപിടുത്തമാണ്. അത് മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ, അല്ലാതെ മനുഷ്യർക്കുള്ളതല്ല. ബൽവന്തിന് അതിന്റെ വിപരീത ഫലം അനുഭവിക്കേണ്ടി വരുമല്ലോ. ബൽവന്തിന് ഏത് മൃഗത്തിന്റെ പേര് കേട്ടാലും ആ മൃഗത്തെ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങും. ഈ ഒരു മാറ്റം 10 മിനിറ്റ് നേരം നീണ്ടു നിൽക്കും. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല. നിങ്ങൾ എന്ത് മരുന്നാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഖോജി സാറേ? പോലീസ് മാഡം എരുമേന്ന് പറഞ്ഞതാ പ്രശ്നമായത്. എന്റെ ചാച്ചാ, എടാ ബഹദൂറെ, ഇങ്ങ് വാടാ. ഈ അമ്മാവനെ പിടിച്ചു നിർത്താൻ ഞങ്ങളെ ഒന്ന് സഹായിക്കേ. വേണ്ട വേണ്ട മേഡം, ബൽവന്ത് വീണ്ടും എന്നെ കൊമ്പുകൊണ്ട് കുത്തി ആക്രമിക്കുകയാണെങ്കിലോ? എന്നാ ഒരു കാര്യം ചെയ്യും, അമ്മാവിനെ പുറകേന്ന് പിടിച്ചു നിർത്ത്. അപ്പൊ കൊമ്പ് കുത്തി കേറില്ലല്ലോ. ഈ എരുമ അമ്മാവിനെ കൊണ്ട് തോറ്റല്ലോ എന്റെ ഈശ്വര. പിടിച്ചു നിർത്താൻ പറയാൻ എളുപ്പമാ, പക്ഷെ അത് സാധിച്ചു കിട്ടണ്ടേ. പുല്ലോ? എന്നെ ആരാ പുല്ല് തെറ്റിക്കുന്നത്? അല്ല, ഞാൻ ഈ കാലിത്തൊഴുത്തിൽ എങ്ങനെയാ എത്തിയത്? അതെ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത്? 10 മിനിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അമ്മാവൻ പഴയതുപോലെയായി. അമ്മാവാ, ഓടിക്കോ. അയ്യോ ദൈവമേ, ഇവയ്ക്ക് എന്താ പറ്റിയത്? ഓടിക്കോ, ജീവൻ വേണേൽ ഓടിക്കോ. നിങ്ങൾ എന്തിനാ കുതിരയെ പോലെ കുതിച്ചു പായുന്നത്? വേഗം ചെന്ന കുതിരയെ തടയാൻ നോക്ക്. അല്ലല്ല, അമ്മാവിനെ തടയാൻ നോക്ക്. എടാ ബഹദൂറെ, വേഗം ചെന്ന ജീപ്പ്. നാക്ക് നീട്ടാനല്ല, ജീപ്പ് എടുക്കാനാ പറഞ്ഞത് ബഹദൂറെ.
പോലീസ് മാഡം, അമ്മാവന്റെ ഈ പ്രോബ്ലം വേരോടെ ഇല്ലാതാക്കണം. ഞാൻ കോച്ചി അങ്കിളിൽ നിന്ന് വിളിക്കട്ടെ. ഹലോ ഗോജി അങ്കിൾ, വേഗം റോസ് വെള്ളത്തിന് ഒരു ആന്റിഡോട്ട് ഉണ്ടാക്ക്. നിങ്ങൾ ഇവിടുന്ന് പോയത് മുതൽ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷേ അതത്ര എളുപ്പമല്ല. ആന്റിഡോട്ട് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് ആ റോസ് ലായനി തന്നെയാണ്. എങ്കിൽ ആ ലൈനി ഒന്നുകൂടി ഉണ്ടാക്ക്. ഞാൻ ആ ലായനി മണ്ണിനടിയിൽ തന്നെ 5 വർഷത്തോളം സൂക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ മരുന്ന് പാകമായി വന്നത്. പുതിയ ലായനി ഉണ്ടാക്കണമെങ്കിൽ ഇനിയും 5 വർഷം ആവശ്യമായി വരും. അതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ ആ പഴയ ബോട്ടിൽ കണ്ടെത്തിയേ പറ്റൂ. പോലീസ് മാഡം, ഇപ്പൊ തന്നെ നമുക്ക് അമ്മാവനെ ഗോജങ്ങളുടെ ലാബിൽ എത്തിക്കണം. ഓക്കെ, പക്ഷെ കൊച്ചിർക്ക് പ്ലാൻ എന്താന്ന് പറ. അമ്മാവിന്റെ മതിലുചാട്ടം കണ്ടില്ലേ? നമുക്ക് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വഴിയുണ്ട്. ബഹാദൂർ, ഒന്ന് വേഗം ബ്രേക്ക് ചവിട്ട്. അമ്മാവാ, ചെറുപ്പത്തിൽ അമ്മാവൻ എന്നെ കുതിര സവാരി ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും ചെയ്യിപ്പിക്കുകയാണോ? ടക് ടക് കുതിര, ടക് ടക് കുതിര. പോലീസ് മാഡം, നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ കുറച്ച് പുല്ല് വേണം. അവൻ ഒറ്റയ്ക്കാ കൊച്ചിർക്ക. ടക് ടക് കുതിര. അമ്മാവ ലെഫ്റ്റിലേക്ക് പോണേ. ടക് ടക് കുതിരേ, ടക് ടക് കുതിരേ, ടക് ടക് കുതിരേ. ഇതെന്ത് കളിയാണോ എന്തോ. ടക് ടക് കുതിരേ. അമ്മാവ നേരെ പോണേ. ടക് ടക് കുതിര. നിങ്ങൾ ഇത്രയും നേരം എരുമ. അയ്യോ, എന്റെ ചുമലിന് ഭയങ്കര വേദനയാണല്ലോ. ആരെയോ ചുമലിലിരുത്തി കുറെ ദൂരം നടന്നതുപോലെ എനിക്ക് തോന്നുന്നത്. അയ്യോ. അതെ അമ്മാവ, അമ്മാവൻ അറിയോ, ഡോഗി നല്ല നന്ദിയുള്ള മൃഗമാ. എന്റെ കൊച്ചിയർക്ക, നീ എന്ത് പണിയാ കാണിച്ചത്? എന്നെ തറഞ്ഞിട്ട് നീ തന്നെ ഒരു പേര് പറഞ്ഞില്ലേ? എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അത് നടന്ന അമ്മാവൻ പഴയതുപോലെയാവും. അമ്മാവന് റോസ് വെള്ളം സ്മെല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ആ ബോട്ടിലിനടുത്ത് എത്തിക്കും. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പ്ലാൻ? എടോ ബഹദൂരെ, വേഗം തിന്ന ബോട്ടിൽ ഇങ്ങ് എടുത്തോണ്ട് വാ. ഞങ്ങളുടെ ധാന്യം മോഷ്ടിക്കാൻ മാത്രം ധൈര്യമുള്ള ആരാ ഇവിടെ ഉള്ളത്? ഞാൻ ആദ്യമായിട്ടാണ് ഡോഗിയെ പോലെ പെരുമാറുന്ന ഒരു മനുഷ്യനെ നേരിൽ കാണുന്നത്. എങ്ങനെങ്കിലും അവിടെ ചെന്ന് ആ ബോട്ടിൽ എടുത്തോണ്ട് വന്നേ പറ്റൂ. വേഗം ഇതിനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്ക്. അമ്മാവ, ഈ സർബത്ത് കുടിച്ച് നല്ല രസമായിരിക്കും. കാലത്ത് ഈ ഒരു സർബത്താ ഞാൻ കുടിച്ചത്. അതിനുശേഷം ഒന്നും നല്ലതായിട്ട് തോന്നുന്നേ ഇല്ല. പോലീസ് മാഡം, അമ്മാവനെ തന്നെ കൊടുപ്പിക്ക്. ഈ കോഴിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ ധാന്യം എടുത്ത് എനിക്ക് തരുന്നോ? നിന്നെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തപ്പെടാ. ഏയ് നിൽക്കവിടെ.
ഇനി സമാധാനമായി ധാന്യം കഴിച്ചോ. ആഹാഹാ. ഈ സർബത്ത് കുടിച്ചപ്പോ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നു. ഓ നിങ്ങളെക്കാൾ ആശ്വാസം തോന്നുന്നത് ഞങ്ങൾക്ക് അമ്മാവാ. അല്ല മക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ആ പൂവൻ കോഴിയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു? അതൊരു വലിയ കഥയാ അമ്മാവാ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് നമുക്ക് കൈയടിച്ച് കളിക്കാം. അത്തല പിത്തല തവളാച്ചി, ചുക്ക് പറിക്കണ ചൂലാപ്പി. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാവൻ.